You are watching TV Next. പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ ഹരിത വിസ്മയം 2026 അരങ്ങേറി. ബ്ലോക്ക് തല കിസാൻ മേള ഉദ്ഘാടനം 2026 ജൂലൈ 22 രാവിലെ 10 പാറശാല ബ്ലോക്ക് ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടന്നു. നമസ്കാരം മാഡം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പാറശാലയിൽ ബ്ലോക്ക് തല ഒരു കർഷക സെമിനാറും അതുപോലെ തന്നെ കാർഷിക വിപണന മേളയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്ത് തോന്നുന്നു? വളരെയേറെ സന്തോഷമുണ്ട്, അതുപോലെ അഭിമാനമുണ്ട്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നമ്മുടെ കർഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ. എൻ്റെ കൊളത്തൂർ ബ്ലോക്ക് ഡിവിഷനിലെ മെമ്പറാണ് ഞാൻ. പേര് പ്രവീണയാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലും ഒരു ഭരണസമിതി അംഗം എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ ഇത് പ്രധാന നടത്തുന്ന ഭാരവാഹികൾ ആരൊക്കെയാണ്? നമ്മുടെ ഇത് കൃഷി വകുപ്പ്, നമ്മുടെ AD അഗ്രികൾച്ചർ ഓഫീസറാണ്. ADയുടെ കീഴിൽ ലീന മേഡവും നമ്മുടെ പാറശാല ബ്ലോക്ക് പഞ്ചായത്തും പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ അഭിമാനത്തോടെ പറയാൻ പറ്റും. കാരണം എൻ്റെ ഡിവിഷനിലാണ് നെല്ലിക്കോണം പാടശേഖരം എന്ന് പറയുന്ന ഒരു പാടശേഖര സമിതി ഉള്ളത്. അപ്പോൾ അവിടെ വർഷങ്ങളായി ഏക്കർ കണക്കിനുള്ള വസ്തുക്കൾ തരിശു ഭൂമിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ജനറേഷൻ തന്നെയാണ്, പുതിയ തലമുറ വന്ന് അത് ഏറ്റെടുക്കുകയും ഇപ്പോൾ നമ്മൾ ഏക്കറിൽ ഏതാണ്ട് 13 ഏക്കറോളം കൃഷി ഇപ്പം നെൽകൃഷി ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി, ഒരു പരിപാടി കൂടെ ചെയ്യുമ്പോൾ നമുക്കത് അവർക്കൂടെ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് കൂടെ ആയിട്ട് എനിക്ക് വളരെയേറെ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും. അതിൻ്റെ ഡിവിഷനും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ യുവതലമുറ കൃഷിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ അവർക്കത് ഒത്തിരി ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാധനം അല്ലെങ്കിൽ ഒരു പച്ചക്കറി ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു കിഴങ്ങ് വർഗ്ഗമായിരുന്നാലും അതങ്ങനെ വെച്ചിരുന്ന് അതൊരു കച്ചവടം ചെയ്തു പോവാതിരുന്നു കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന ഒരു സന്ദർഭം. അങ്ങനെ വരുമ്പോഴാണ് കർഷകർക്ക് അത് നഷ്ടത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരം സ്റ്റാളുകളിൽ കണ്ടുന്ന ഏറ്റവും വലിയ ഇത് സന്തോഷമായിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ വാല്യൂ അഡീഷൻ പ്രോഡക്റ്റ് അവർ ഉണ്ടാക്കുകയാണ്. അത് മാർക്കറ്റിലോട്ട് പോവുകയാണ്. അതെന്തായിരുന്നാലും കർഷകർക്ക് നല്ലൊരു ഗുണം തന്നെയായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.